വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകൾക്ക് അനുസൃതമായി നവീനമായ തരത്തിൽ സഭാ പഠനങ്ങളെ ലളിതമായി വ്യാഖ്യാനിക്കുന്നതിൽ നിപുണനായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടൂൾ അച്ഛനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. 10 കൽപ്പനകളിലെ 8ാം കൽപ്പനകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ തുടങ്ങി. വ്യാജമായി ആണയിടരുതിന്, കള്ളസാക്ഷ്യം പറയരുത്, അതിനെക്കുറിച്ചുള്ളൊരു പ്രിലിമിനറി എക്സ്പ്ലനേഷൻ കഴിഞ്ഞു. എൻ്റെ തുടർ എപ്പിസോഡിലെ സത്യം പറയുക എന്നുള്ളതിനെക്കുറിച്ച് ആണ് നമ്മൾ വിശദീകരിച്ചത്. നുണ പറയരുത് എന്ന് പറയുമ്പോൾ സത്യം പറയണം എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. ഈ സത്യത്തിനെതിരായിട്ടുള്ള കുറ്റങ്ങളെക്കുറിച്ച് ഈ മതബോധന ഗ്രന്ഥം വിശദീകരിക്കുന്നുണ്ട്. അതൊന്ന് പറയാം. ഞാനും ഈ കള്ളസാക്ഷി പറയരുത് എന്നുള്ള വാക്ക് ചെറുപ്പം മുതലേ പഠിച്ചിങ്ങനെ കാണാപാഠം കുമ്പസാരത്തിന് മുമ്പ് ആവർത്തിച്ച് പരിശോധിച്ച് ഒക്കെ നമ്മൾ ജീവിക്കുന്നു. പക്ഷേ ഈ കള്ളസാക്ഷി പറയരുത് എന്ന വാക്കിന് ഇത്രമാത്രം വ്യത്യസ്തങ്ങളായ അർത്ഥതലങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടെന്ന് എനിക്ക് ഈ സാർവത്രിക മതബോധനം വായിച്ചപ്പോഴാണ് അത് വ്യക്തമായിട്ട് മനസ്സിലായത്. കാരണം പലപ്പോഴും നമ്മൾ ഇതിൽ പെട്ട കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, പക്ഷേ എല്ലാം കൂട്ടിക്കുഴച്ചാണ് അതിൽ പറയാറ്. കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ നമ്മൾ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. നിഷ്കളങ്കമായിട്ട്, നിഷ്കപടമായിട്ട്, ആത്മാർത്ഥതയോടുകൂടെ ഒക്കെ സംസാരിക്കുക എന്നുള്ള കാര്യങ്ങൾ ഇതിൽ വളരെ വാസ്തുനിഷ്ഠമായിട്ട് സംസാരിക്കുക, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. സത്യം മാത്രമേ പറയാവൂ എന്നൊക്കെ. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് ഇനിയും വളരെയധികം അർത്ഥതലങ്ങൾ വാസ്തവത്തിൽ ഈ നുണ പറയരുത്, സത്യമേ പറയാവൂ എന്നുള്ള വാക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും. പക്ഷേ ഈ നുണ പറയരുതെന്നുള്ള വാക്കിൽ അത്രയും കേൾക്കുമ്പോൾ തോന്നില്ല. നുണ പറയരുത് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഒറ്റ പോയിന്റിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവുകയാണ്. കുട്ടികളൊക്കെ ഈ 10 കൽപ്പനകളിലെ ഏറ്റവും ചെറിയ കൽപ്പനയായിട്ടാണ് നുണ പറയണമെന്ന് പറയണത്. പക്ഷെ അതിൻ്റെ സാമൂഹ്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ വ്യക്തിപരമായ നമ്മൾ പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നിരിക്കുമോ. നമ്മൾ കുമ്പസാരമൊക്കെ പലപ്പോഴും നമ്മൾ വ്യക്തിപരമായി ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ ഞാനൊരു സമൂഹ ജീവിയാണ് എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഓർക്കാൻ തുടങ്ങിയാൽ, സോഷ്യൽ ഡയമെൻഷൻ ഓഫ് പേഴ്സണൽ സിൻസ്, അത് നമ്മൾ ഓർക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ പലപ്പോഴും കുമ്പസാരത്തിൽ ഓർക്കുന്ന പാപങ്ങളൊക്കെ വളരെ വളരെ വ്യക്തിഗതമായ കാര്യങ്ങളാണ്. അത് നമ്മളിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ഒരു അന്തഛിദ്രം ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ അതിനേക്കാൾ വലിയ വലിയ ഭവിഷ്യത്തുകളാണ് ഈ നുണ പറയുക അല്ലെങ്കിൽ കള്ളസാക്ഷ്യം നൽകുക എന്നുള്ളൊരു കാര്യത്തിലൂടെ സമൂഹത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കാരണം സമൂഹത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ് ഈ ഒന്നിച്ചുള്ള വസിപ്പിൽ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരർത്ഥം ഒരു വാക്ക് കള്ളസാക്ഷ്യം എന്നുള്ള വാക്ക് തന്നെയാണ്. അതിൽ നമ്മൾ പറയുന്നത് സാക്ഷ്യപ്പെടുത്തൽ കള്ളമായിരിക്കരുത്. അതിപ്പോൾ ഇങ്ങനെ ഒരു വക്കീലാണ്, അപ്പോൾ സാറിനത് കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഒരു ജഡ്ജിൻ്റെ മുന്നിൽ, ഇപ്പോൾ കോടതിയിൽ മാത്രമല്ല എവിടെയൊക്കെ നമ്മൾ സത്യം ചെയ്തിട്ട്, ഇപ്പോൾ നിയമസഭയിൽ ലോകസഭയിലൊക്കെ വരുമ്പോൾ നിയമം സത്യം ചെയ്തിട്ടാണ്. ദൈവത്തിൻ്റെ പേരിൽ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഈശ്വരനാമത്തിൽ പൊതുവായിട്ട് ചില പ്രത്യേകമായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും സത്യം ചെയ്യുക എന്ന് ചെയ്തിട്ട് നമ്മൾ പിന്നെ സത്യത്തിന് വിരുദ്ധമായ പ്രസ്താവന പറഞ്ഞാൽ അത് വലിയ തെറ്റാണ്. അതാണ് ഈ കള്ളമായ സാക്ഷ്യം നൽകുക എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം. അപ്പോൾ ഈ ഇന്നിപ്പോൾ ആ ഭാഗങ്ങളൊക്കെ തമാശയ്ക്ക് വേണ്ടി ഒരുപാട് പേര് ചെയ്തിട്ട് ഒരുപക്ഷെ ആ ജനങ്ങൾ അതിൻ്റെ ആ ഗൗരവം പലർക്കും ഈ തമാശ പ്രോഗ്രാമിലൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് എന്നാ താൻ പോയി കേസ് കൊടു എന്നുള്ളതിലും, ഈ അവിടെ ഒരു ജഡ്ജുണ്ട്, പിന്നെ അവിടെ പല സാക്ഷികൾ വന്ന് വിസ്തരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ വളരെ ഫൺ സേക്കിന് വേണ്ടിയിട്ടുള്ള പല ഇത് കാണിച്ചിട്ട് ഒരുപക്ഷെ ഇങ്ങനെയുള്ള ആ ഒരു പരമ്പരാഗതമായിട്ടുള്ള സാമൂഹിക വ്യവസ്ഥിതികളോട് മനുഷ്യൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങൾ അതിനെ ഒരു ഫണ്ണായിട്ടൊക്കെ കാണുന്ന കാര്യങ്ങളുണ്ടാകാം. പക്ഷേ യഥാർത്ഥത്തിൽ ജഡ്ജിൻ്റെ മുന്നിൽ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് കള്ളമായ സാക്ഷ്യം ആകരുത് എന്നുള്ളത്, അങ്ങനെ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്.
എന്ന് തന്നെയാണ് ഡോക്ടർ. അപ്പോൾ കള്ളസാക്ഷ്യം പറയുക. ഇനി കള്ളസത്യം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വ്യത്യാസം സാർവത്രിക മതബോധനം ചെയ്യുന്നുണ്ട്. കള്ളസത്യം എന്ന് പറയുന്നത് ഈ ശബ്ദപൂർവ്വം വീണ്ടും ചിലർ പറയില്ലേ, ഞാൻ അമ്മയാണേ സത്യം. ചില ആൾക്കാർ നുണ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പറയും അമ്മയാണേ സത്യം എന്ന് പറഞ്ഞിട്ട് നുണ പറയുന്ന ആൾക്കാരുണ്ട്. അത് സത്യമാണ് ഞാൻ പറയണമെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി. അതൊക്കെ കള്ളസത്യത്തിൽ വരും. അപ്പോൾ കള്ളസാക്ഷി ഒന്നിലെ സാക്ഷിയായിട്ട് നിൽക്കുന്നു, മറ്റൊന്നിൽ നമ്മൾ കള്ളമായ സത്യമായിട്ട് തന്നെ നമ്മൾ തന്നെ മാറുന്നു എന്നുള്ളതാണ്. വേറൊന്ന് ഈ കൽപ്പനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മറ്റൊരാളുടെ സൽപ്പേരിനെ കളങ്കം ചാർത്തുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതും കള്ളസാക്ഷി പറയുക എന്നുള്ള തെറ്റിലുള്ള പങ്കാളിത്തമാണ്. ഇത് പരദൂഷണത്തിൻ്റെ ഒരു ഭാഗം വരുന്നതാണ്. അപ്പോൾ ഈ പരദൂഷണം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ അമ്മച്ചിമാർ അല്ലെങ്കിൽ അപ്പച്ചന്മാർ അല്ലെങ്കിൽ കുട്ടികൾ അതിനൊക്കെ ഒരു ലെവലുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചിമാർ വേലിപ്പുറത്ത് നിന്നിട്ട് പറയണ ചെറിയ ചെറിയ കാര്യങ്ങൾ, അയൽപ്പക്കത്തുണ്ടായ വഴക്ക് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ കാര്യം അല്ലെങ്കിൽ ഒക്കെ ഉള്ളൂ. അല്ലെങ്കിൽ അപ്പച്ചന്മാർ ഇങ്ങനെ ചില ചായക്കടയിൽ ഇരുന്നിട്ട് അങ്ങാടിയിലും കലിങ്കുമ്പിലൊക്കെ ഇരുന്നിട്ട് പറയണ സാധനങ്ങൾ വിടുക എന്നൊക്കെ നമ്മൾ തൃശ്ശൂർക്കാർ പറയണ പോലെ വളരെ അത്ര വലിയൊരു അത്യാവശ്യം കുന്നിട്ടും കുന്നായ്മ അതിൻ്റെ ഉള്ളിലുണ്ട്. എങ്കിൽ തന്നെ അറിഞ്ഞില്ലേ എന്ന് പറയണം. മറിമായത്തിൽ അങ്ങനെയുള്ള ഭയങ്കര വിറ്റുകളുള്ള സാധനങ്ങൾ വരാറുണ്ട്. നീ അത് പറയണ്ട എന്നോട് പറയാ ഈ അങ്ങനത്തെ അത് കഴിഞ്ഞ് എല്ലാം കേട്ട് കഴിയുമ്പോൾ അല്ല എന്നിട്ട് എന്ന് ഇതാണ് മനുഷ്യൻ്റെ ഒരു മലയാളിയുടെ വളരെ ഉള്ള ഒരു മനസ്സ്. അതായത് അപ്പോൾ ഈ നുണ പറയുക എന്നുള്ളതിൽ വ്യക്തികളുടെ സൽപ്പേര് നശിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മളൊരു തരത്തിൽ നുണയനും തന്നെയാണ്. ഇന്ന് പണ്ടിങ്ങനെ കലിങ്കുമ്പിലും ഇവിടെ ചെറിയ രീതിയിലൊക്കെ നടന്നിരുന്നെങ്കിൽ ഇന്നത് സോഷ്യൽ മീഡിയയിലൂടെ അതൊരു ആഘോഷമാണ്. ആഘോഷമായിട്ട് ഫേക്കുകളാണ്, ഫേക്ക് ഐഡീസ്. പൊങ്കാലയിടാൻ പൊങ്കാലയിടാൻ വരല്ലേ എന്ന് തന്നെ ഒരു പെങ്കുച്ച് എനിക്ക് റോഷൻ ആൻഡ്രൂസിൻ്റെ വീഡിയോസിൽ അങ്ങനെ പറയുന്നത്. അപ്പോൾ പൊങ്കാലയിടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊരു കലയായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ഒരാളെ അപകീർത്തിപ്പെടുത്തുക, അയാളുടെ സൽപ്പേര് നശിപ്പിക്കുക, എന്നിട്ട് കുറേ പേര് കൂടി ചിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും, എന്നാൽ അതിന് നമ്മൾ ഇരയാകുമ്പോഴാണ് അതിൻ്റെ വേദന എന്തുമാത്രം ഉണ്ടെന്ന് ഓരോ മനുഷ്യനും അറിയുന്നത്. അപ്പോൾ ചില വ്യക്തികളെ അവർക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കണമെങ്കിൽ ശരിക്കും കരി തേക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ഒരു വലിയ സംഘാടിതമായിട്ട് ഒരു 10-500 പേരോട് പറഞ്ഞിട്ട് ഫേക്ക് ഐഡീസ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് വ്യാജമായ ന്യൂസുകൾ അങ്ങോട്ട് ഇടുവാണ്. അപ്പോൾ ഇതൊക്കെ ഇന്ന് ഞാൻ ഒന്നും കുമ്പസാരക്കൂട്ടിലിരുന്നിട്ട് ഞാൻ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി മറ്റുള്ളവരുടെ സൽപ്പേര് കളഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. ഇനി അതുപോലെ തന്നെയാണ് നമുക്കൊരു ഇങ്ങനത്തെ ഒരു ന്യൂസ് വരുമ്പോൾ നമ്മളത് പെട്ടെന്ന് കൈമാറുന്നത്, ഫോർവേഡ് ചെയ്യുന്നത്. ആ ഫോർവേഡ് ചെയ്യുമ്പോൾ ചില നേരത്ത് നമ്മൾ എന്താണെന്ന് നോക്കാണ്ട് പോലും ചിലർ ഫോർവേഡ് ചെയ്യുന്നുണ്ടാവും. അത് നമ്മൾ ഈ ചവറ് വലിച്ചറിയുന്ന മാതിരിയാണ്. അപ്പോൾ വലിയൊരു അമേദ്യം ഇതാ വേറൊരുത്തിനെ കുറിച്ച് വേറെ ഒരു പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ കാലികമായ രീതിയിൽ അതിനെ പറഞ്ഞിട്ടുണ്ട്. അതായത് വ്യക്തികളുടെ സൽപ്പേര് നശിപ്പിക്കൽ ഒരു വലിയ പാപമാണ്. അതുപോലെ നാലാമതായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് വിവേകരഹിതമായിട്ടുള്ള വിധി നിർണയങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ അതിൽ ജഡ്ജ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് പലർക്കും. നമ്മൾ തന്നെ തീരുമാനം എടുക്കും. നമ്മൾ തന്നെ പറയാം, ഇപ്പോൾ അവനിന്ന് വന്നില്ല, സിനിമയ്ക്ക് പോയിണ്ടാവും, അല്ല അവനെ അല്ലെങ്കിൽ വേറെയും പരിപാടികളുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയൊരു സാധനം അങ്ങോട്ട് ഇടുന്നതിലൂടെ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും ഇവനാവും ചെയ്തിട്ടുണ്ടാവുക എന്ന് നമ്മൾ ഒരു വിധിയാണ് നിർണ്ണയിക്കുകയാണ്. ചില ആൾക്കാരെ കുറിച്ച് പ്രജുഡിസ്ഡാണ്. അപ്പോൾ അതോടെ എന്ത് സംഭവിക്കുന്നു? ആ വ്യക്തിക്കെതിരെ ഒരു ചെറിയ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടം തന്നെ പലപ്പോഴും തിരിയുകയാണ്. അപ്പോൾ അതിലൂടെയൊക്കെ ചെയ്യുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ അവിടെ മഴ പെയ്യുണ്ടോ, മഴയൊന്നും പെയ്യണില്ല എന്ന് പറഞ്ഞില്ല എന്ന് പറയണ പോലെയല്ല. അതുപോലത്തെ ഒരു ഗൗരവമല്ല അതിനുള്ളത്. അത് വളരെ മാരകമായ ഒരു തെറ്റ് തന്നെയാണ്. അപ്പോൾ വിവേകരഹിതമായിട്ട് കാര്യങ്ങൾ പഠിക്കാതെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ
അതിനു മുമ്പേ തന്നെ മുൻവിധികളോടുകൂടെ ചില കാര്യങ്ങളിൽ വിധി നിർണ്ണയിക്കുക, ഇതിങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് തെറ്റാണ്, ഇത് ശരിയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് വലിയ പാപം തന്നെയാണ്. അതുപോലെ ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരോട് നേരത്തെ സാറ് പറഞ്ഞതുപോലെ നീ കേട്ടുവോ, അതെന്താടാ, നമ്മുടെ ഇന്നലെ അവിടെ ഇങ്ങനെ ഉണ്ടായിടാ രാത്രി, ഇവന് ഉറപ്പുള്ള കാര്യമല്ല, അവനത് കേട്ടിട്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല, അവന് കേട്ടിട്ട് ഒരു ഉപകാരമില്ല. പക്ഷേ നമ്മൾ രാവിലെ എണീറ്റിട്ട് ഒരു 2 എണ്ണം വിട്ടാലേ അവന് ഒരു സമാധാനമുള്ളൂ. ഊണിന് മുമ്പ് ഒരു കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വഴിയിൽ പോയി എല്ലാവരോടൊക്കെ പറഞ്ഞാൽ ഇവനൊരു മനസമാധാനം ഉള്ളതെന്ന് പറ്റില്ല. അപ്പോൾ വിശുദ്ധര് പറയാറുണ്ട്, ഒരു നന്മ പ്രവൃത്തി ചെയ്യാതെ ഒരു ദിവസം കടന്നു പോകരുന്ന്. അതുപോലെയാണ് അവൻ ഇത് പറയണത്. എനിക്കാണ് ഫിലിപ്പിനേരിയാണെന്ന് തോന്നുന്നു. ഇവരെ കുമ്പസാരത്തിന് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, ഞാനിങ്ങനെ മറ്റുള്ളവരുടെ പേര് കളഞ്ഞു എന്നൊക്കെ. അപ്പോൾ അയാൾ ഒരു വിശുദ്ധനായ വൈദികൻ കൊടുക്കുന്ന പരിഹാരം എന്ന് പറയണത്, നീ കുറേ പഞ്ഞിയുടെ ഈ അപ്പൂപ്പൻ താടി പോലത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ കോഴിത്തൂവിൽ, അത് നീ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് വെതറിയിട്ട് പോയോ, എന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ നീ ഒന്ന് പെറുക്കി തരാൻ പറയും. അപ്പോൾ നീ ഇട്ടൊന്നും അവിടെ ഇല്ല, എല്ലാം പോയി വേറെ വല്ലവരുടെ സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ അതുപോലെ നിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോണ കേസാണ്. നമ്മളൊരാളെക്കുറിച്ച് ഒരു തെറ്റായ ധാരണ, അപകീർത്തിപരമായിട്ട് ഉള്ള കാര്യങ്ങൾ ഒരാളെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് പരത്തിക്കഴിഞ്ഞാൽ അത് സത്യസന്ധമാണെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി ആണെങ്കിൽ തന്നെ സത്യസന്ധമായ കാര്യം തന്നെയാണെങ്കിൽ ഇത് അറിയാത്ത ആളോട് എന്തിനാ നമ്മൾ വേറൊരാളെക്കുറിച്ച് വളരെ നിഷേധാത്മകമായിട്ടുള്ള മോശമായ അദ്ദേഹത്തിൻ്റെ മാന്യത കളയുന്ന ഒരു കാര്യം നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പോൾ അതറിയാത്ത ആൾക്കാരോട് നമ്മൾ പ്രചരിപ്പിക്കുന്ന ഒരു വലിയ ഫോട്ടോസ്റ്റാറ്റ് അടിച്ചു കൊടുത്ത പോലെയാണ് ചില ആൾക്കാർക്ക്. അതുപോലെ തന്നെ വേറൊരു പാപം കൂടി ഈ സാർവത്രിക മതബോധനം പറയണത് മുഖസ്തുതിയെ പോലെ തന്നെയുള്ളതാണ് ഏഷണി കൂട്ടുക. ഈ ഏഷണി കൂട്ടുക എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഏതാണ്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ചുമ്മാ കുത്തിരുന്ന് ഇവർ തന്നെ ചില ഹൈപ്പോത്തറ്റിക്കലായിട്ട് ആലോചിച്ച് ഊഹിച്ച് ഇങ്ങനെ ചില സാധനങ്ങൾ പെരുപ്പിച്ച് നമ്മളിന്ന് പറയില്ലേ തള്ളുക എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ഇന്ന് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ പറയുന്നത്, സാർവത്രിക മതബോധനം പറയുന്നത്, വേറൊരാളുടെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന രീതിയിലുള്ള ഏത് സംസാരവും കള്ളസാക്ഷ്യം പറയുന്നതിനും അല്ലെങ്കിൽ നുണ പറയുന്നതിനും തുല്യമായിട്ട് ദൈവം പരിഗണിക്കും, സഭ പരിഗണിക്കുന്നു എന്നാണ് പറയുന്നത്. ആ സൽപ്പേരിന് കളങ്കം വരുത്തുന്നതായി പറയുന്ന പോലെ തന്നെയാണ് ഈ മുഖസ്തുതിയും പൊങ്ങച്ചും പറച്ചിലും കൂടി. പൊങ്ങച്ചോ ഇതിൻ്റെ വേറൊരു ഭാഷയാണ്. ഇപ്പോൾ ഞാൻ സാറിനെ കുറിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുകയാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുമ്പോൾ സാറ് അത് വിചാരിക്കുകയാണ്, ഇത് സത്യമാണല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞ് സാറ് ചിലപ്പോൾ ഒരു മൂഢമായ, അല്ലെങ്കിൽ ഇപ്പോൾ സാറ് എന്നോട് പറയണ അച്ഛനെ പോലെ ഇത്രയും നന്നായിട്ട് സംസാരിക്കണ ഒരു അച്ഛനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, ഈശ്വര, ഞാൻ തന്നെ 2 അടി പൊങ്ങും. പിന്നീട് ഞാൻ പറയുന്നത് മുഴുവൻ മണ്ടത്തരായിരിക്കും. കാരണം നമ്മളാണ് ഇതിൻ്റെ അന്ത്യവാക്ക് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കയറിക്കഴിഞ്ഞാൽ, പക്ഷെ ഇത് തന്നെയായിരിക്കും സാറ് വേറെ അച്ഛനോടും പറയണത്. ആ മുഖത്തിന് ഒരു സ്തുതി കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ മുഖസ്തുതി എന്ന് പറയണത് വളരെ അപരൻ്റെ തിന്മയെ ചിലപ്പോൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. പൊങ്ങച്ചം പറച്ചിലും സംഭവിക്കുന്നതാണ്. ഇങ്ങനെ ഇല്ലാത്ത സാധനങ്ങളെ വലിയ ഹൈ ഡിഗ്രിയിൽ തള്ളിക്കഴിയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇതൊക്കെ തോന്നും. പക്ഷെ ഇന്നൊന്നും തള്ളലൊക്കെ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള കഴിവായി. കാരണം തള്ളലിൽ തന്നെ മത്സരങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മുടെ നാട്ടിൽ ഓരോ ആഘോഷങ്ങൾ നടത്തുന്നത്. ഓണത്തിന് ഞാൻ 2-3 കൊല്ലം മുമ്പ് കൊറോണയുടെ സമയത്ത് ശ്രദ്ധിച്ച ഒരു വീഡിയോ, തൃശ്ശൂർ ഓണത്തിൻ്റെ ഓണസദ്യയെക്കുറിച്ച് തള്ളി പറയുന്നതിൽ ഫസ്റ്റ് കൊടുത്ത ഒരു സാധനം ഞാൻ കേട്ടു. അപ്പോൾ അതിൽ ഞാൻ പോയ സ്ഥലത്ത് 130 തരം കറിയല്ലേ, ഓരറ്റത്തു നിന്ന് അങ്ങറ്റത്തേക്ക് ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് പോയത്. ഈ തരത്തിൽ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഗൗരവമായിട്ടാണ് പറയണത്. അപ്പോൾ ഇന്ന് മനുഷ്യനെ ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഉള്ള പൊങ്ങച്ചങ്ങൾ അല്ലെങ്കിൽ പെരുപ്പിക്കലുകൾ. അതിലേറ്റവും വലിയ എനിക്ക് അപകടകരമായി തോന്നിയൊരു കാര്യം, പ്രേക്ഷകരോട് നമ്മൾ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, ആവേശം എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ഞാനത് എന്നെ പലരും പറഞ്ഞു ഭയങ്കര അച്ഛൻ കാണുന്നത്, പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ആവേശം മുഴുവൻ പോയി. കാരണം അതിൽ ഞാൻ അവരെ കുറ്റപ്പെടും. ഇപ്പോൾ ഫഹദ് ഫാസിലൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ശരി.
സാങ്കേതികത. പക്ഷേ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഠിക്കാൻ വരുന്ന 3 പിള്ളേരുടെ ജീവിതം കോഞ്ഞാട്ടയായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ഉണ്ടെങ്കിലും ചെയ്തു കൊടുക്കാൻ ആവേശം, എന്നിട്ട് പിന്നെ മറ്റൊന്ന് അടിക്കണതിനെ കുറിച്ച് അതിൻ്റെ കൂടെ ഒരു ആൾ നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ വലിയ വലിയ ആക്ടേഴ്സാണ്, ഒക്കെ സംഭവം ശരി, അതിനെക്കുറിച്ച് ഞാൻ വിമർശിക്കുകയല്ല. പക്ഷെ ആവേശം എന്ന് പറയുന്ന ആ വാക്കില്ലേ, ഇപ്പോൾ ആവേശം എന്നുള്ള വാക്ക് ഒരുപാട് പേര് വേറെയുള്ള ഡയലോഗുകളിലും ചർച്ചകളിലും കയറി വരുന്നുണ്ട്, ഏറ്റെടുത്തിട്ട് ആവേശം എന്ന് പറയുന്നുണ്ട്. സിനിമയെക്കുറിച്ച് പറയണില്ല, പക്ഷെ ആവേശം എന്ന് പറയുമ്പോൾ ഈ സാധനം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. വൈകാരികമായിട്ട് ആ പിള്ളേർ നിൻ്റെ കൂട്ടുകാരെ അവൻ അടിക്കണോ, എന്നടിക്കുക, എന്നാൽ പോടെ അടിക്കുക, എൻ്റെ മക്കൾ ആരോട്, പിന്നെ അങ്ങോട്ട് അടിയല്ലേ. അപ്പോൾ ഈ ആവേശം എന്ന് പറയുന്നതിൽ എന്താ സംഭവിക്കണേ, ആ 3 കുട്ടികളുടെ ഭാവി പോയി. ബാക്കി അപ്പോൾ യാതൊരു വാസ്തവികതയും യാഥാർത്ഥ്യബോധവും ഇല്ലാതെ ആ പിള്ളേർ പോവുകയാണ്. അപ്പോൾ അതുപോലെ ചില ആൾക്കാർ ഈ പൊങ്ങച്ചം പറയുമ്പോഴായാലും നമ്മുടെ തലയുടെ പുറകെ, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പുറകെ ഒരു വിശുദ്ധ വലയം സൃഷ്ടിക്കുക. ഇംഗ്ലീഷിൽ പറയും ക്രിയേറ്റ് ആൻ ഓറ, AURA എന്നൊക്കെ പറയും. അതുപോലെയാണ് ചില ആളുകൾ ജീവിക്കുന്നത്. ഇതൊക്കെ തീർച്ചയായിട്ടും ഈ കള്ളസാക്ഷ്യം പറയുക അല്ലെങ്കിൽ നുണ പറയുക എന്നുള്ളതിൻ്റെ ഉള്ളിൽപ്പെട്ട കാര്യങ്ങളാണ്. ഡിഗ്രിയിൽ ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും പാപത്തിൻ്റെ ഗൗരവത്തിൽ. ഈ മതബോധനക്ക് എന്താ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ നുണ പറയുന്നത് ചില സന്ദർഭങ്ങളിൽ മാരകപാപമായി തീരും എന്ന് പറയുന്നുണ്ട്, ഗ്രേവ് സിൻ. അത് തീർച്ചയായിട്ടും സാഹചര്യങ്ങളും അതിൻ്റെ സന്ദർഭങ്ങളിൽ മാത്രമല്ല, ആരെക്കുറിച്ച്, ആ പറയുന്ന മെറ്റീരിയൽ എന്തിനെക്കുറിച്ച് എന്നുള്ളതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇത് വലിയ ഗൗരവമുള്ള പാപമാകും. ഇപ്പോൾ ഞാൻ എന്താണ് ശരിക്ക് ഈ നുണ പറയുക എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഒരാളെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെ ഞാൻ അസത്യം പറയുകയാണ്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും സാറിനെ വഞ്ചിക്കണം, എനിക്കൊരാഗ്രഹം. അപ്പോൾ ആ വഞ്ചിക്കാൻ വേണ്ടി ഞാൻ ഒരു വലിയ, അത് തന്നെ ഉദ്ദേശമായിട്ട് തീരുവാണ്. ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് തള്ളിപ്പോണതല്ല, അല്ലെങ്കിൽ അറിയാണ്ട് പറഞ്ഞു പോണതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുക. അതുപോലെ നമ്മൾ അങ്ങനെ പറയുന്നതിലൂടെ ആ വ്യക്തി പരിപൂർണമായിട്ട് നശിച്ചു പോവുകയാണ്. ഇപ്പോൾ നുണ ഇപ്പോൾ എനിക്ക് തന്നെ വ്യക്തിപരമായ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചില സമാധാനത്തിന് വേണ്ടി, മതസൗഹാർദ്ദത്തിന് വേണ്ടിയൊക്കെ ഞാനും വേറെ പൈനടത്തച്ഛൻ, വേറെ കുറച്ച് മുസ്ലിങ്ങളും അങ്ങനെ ഹിന്ദു സന്യാസികളും ഒക്കെ ഒരുമിച്ച് കൂടിയൊക്കെ പലതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ ഇയാൾ അവരുടെ പൈസ മേടിച്ചുകൊണ്ട് നടക്കുവാണ്, പരിപൂർണമായ നുണയാണ്, എന്നിട്ട് അവരുടെ പിള്ളേരെ കൂട്ടിക്കൊടുക്കാൻ നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിശ്വസിക്കുകയാണ്. ഈ അടുത്ത് പോലൊരു സ്ഥലത്ത് ഞാൻ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മനുഷ്യൻ കരയുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചാൽ ഞാൻ അത്ര വലിയ ശക്തമായിട്ട് പാപത്തെ ആക്രോശിച്ചൊന്നുമില്ലല്ലോ. അയാൾ പറയും, അച്ഛനെ കുറിച്ചല്ലേ ഞാൻ ഇത്രയും വീഡിയോസ് ഉണ്ടാക്കി വിട്ടത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒറിജിനൊക്കെ മനസ്സിലായി. അപ്പോൾ ഇവരെയൊക്കെ അത് വിശ്വസിച്ചിരിക്കുകയാണ്. നമ്മൾ എന്തുമാത്രം അതിൻ്റെ പേരിൽ നമ്മൾ സഹിച്ചിട്ടുണ്ട്. നമുക്ക് വലിയൊരു നഷ്ടമാണ് അതിൻ്റെ ഉള്ളിൽ പബ്ലിക് ഒപ്പീനിയനിൽ തന്നെ വരുന്നത്. ഇപ്പോൾ ഞാൻ ശ്രീ ഉമ്മൻചാണ്ടീനെ ഓർക്കുവാണ്. ആ മനുഷ്യൻ വിശുദ്ധനായ മനുഷ്യനാണെന്നിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ അവസാന ഭാഗത്ത്, ഞാൻ രാഷ്ട്രീയം പറയുമല്ല കേട്ടോ, ഇലക്ഷനൊക്കെ കഴിഞ്ഞല്ലോ, പക്ഷേ നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും ആ മനുഷ്യൻ്റെ പേര് വീണ്ടും വീണ്ടും വരും. കാരണം അതിൻ്റെ പേരിൽ തന്നെ ഒരു ഇലക്ഷൻ തോറ്റ ഒരു മനുഷ്യൻ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിന്നീടാണ് നമ്മൾ മനസ്സിലാവണമെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടായിരുന്നു, എതിർ വേണമെങ്കിൽ ഹാജരാക്കാൻ പറ്റുന്ന രീതിയിൽ. പക്ഷേ അദ്ദേഹം മരിച്ചപ്പോഴാണ് പുറത്തു വന്നത്. അത്രമാത്രം ആ മനുഷ്യൻ. ഞാൻ പണ്ട് ഒരു സന്യാസിയെക്കുറിച്ച്, നമ്മൾ സൂഫി സന്യാസിയെക്കുറിച്ച് വായിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം ഒരു വില്ലേജിൽ താമസിക്കുകയായിരുന്നു. ഒരു കാലത്ത് ആ നാട്ടിലൊരു സ്ത്രീ ഗർഭവതിയായി. അപ്പോൾ സ്ത്രീ എല്ലാവരും ഇതെന്താണെന്ന് ചോദിച്ചു. അവസാനം ആ സ്ത്രീ രക്ഷപ്പെടാൻ വേണ്ടി സന്യാസിയാന്ന് പറഞ്ഞു. എല്ലാ നാട്ടുകാരും മുഴുവൻ വന്ന് അതുവരെ പ്രിയപ്പെട്ട സന്യാസിനെ പിടിച്ചു വലിച്ച് കാട്ടിയെ കൊണ്ടുപോയി അയച്ചു. പിന്നെ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും, കുറേ കഴിഞ്ഞപ്പോഴാണ്, 10-25 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ പെണ്ണ് സത്യം പറയണത്. അപ്പോൾ ആ സന്യാസീനെ ഇവരെല്ലാവരും പശ്ചാത്തപിച്ച് പോയി തിരിച്ചു കൊണ്ടുവന്നു. അപ്പോഴും ഈ സന്യാസി ഒന്നും മിണ്ടിയില്ല. അതിന് എന്തുമാത്രം ആഴമുള്ളൊരു ആത്മീയത ഉണ്ടാവും. അപ്പോൾ ഈ ഗൗരവമായ പാപമാകുന്നത് നമ്മൾ നുണ പറയുന്നവൻ്റെ ഉദ്ദേശം. എനിക്ക് കൃത്യമായിട്ട് വേറൊരാളെ നശിപ്പിക്കണം എന്നുള്ള ചിന്തയോടുകൂടെ പറയുന്ന, അതിനൊക്കെ
ഗൗരവം എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഗൗരവമുള്ള പാപമാണെന്ന് നമുക്ക് പറയാം. കാരണം അദ്ദേഹം അതിൻ്റെ പേരിലൊക്കെ ഇപ്പോൾ ഈ അടുത്തൊക്കെ ചിലപ്പോൾ ആത്മഹത്യകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഈ പോക്സോ കേസ് കണ്ടില്ലേ, ഈ കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഭാര്യ ഭർത്താവിനെതിരെ മകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കള്ളക്കേസ് കൊടുക്കുന്ന എത്രയോ കേസ്. വക്കീലായതുകൊണ്ട് ഇങ്ങനത്തെ കേസ് അറിയാം. അപ്പോൾ അതിൽ എനിക്ക് നേരിട്ട് അറിയുന്ന പോലെ, അതായത് SI ഇദ്ദേഹത്തെ പിടിച്ച് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇയാൾ കരയാണ്. അപ്പോൾ SI ഇയാളോട് പറയാണ്, താൻ തെറ്റ് ചെയ്തിട്ടെന്ന് എനിക്കറിയാം, പക്ഷെ നിവൃത്തിയില്ല, കാരണം ഭാര്യയുടെ മകളുടെ പരാതിയുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള കാര്യം പറഞ്ഞാലേ ചിലപ്പോൾ വിവാഹമോചനം കിട്ടുകയുള്ളൂ എന്ന് എല്ലാ ആൾക്കാരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞ അതൊക്കെ ഇന്ന് വളരെ സാധാരണമായി തീരുന്നു. പക്ഷെ അതൊന്നും ഒരു പാപമായിട്ട് ഇന്നത്തെ മനുഷ്യ സമൂഹം കാണുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വേദന. ആ മനുഷ്യൻ റിമാൻഡ് കഴിഞ്ഞ് വന്നപ്പോൾ സൂയിസൈഡ് ചെയ്തു. എന്നോട് പറഞ്ഞു, സാറേ ഞാൻ ഭാര്യ എന്നിട്ട് അവസാനം പറഞ്ഞു, ഇത്രേ അത് നിവൃത്തിയോടുകൊണ്ട് ചെയ്താൽ നിങ്ങളത് ചെയ്യാതെ ശരിയാവില്ല ആ സമയത്ത് എന്ന് പറഞ്ഞു. എന്താ ഒരു വക്കീൽ എന്ന രീതിയിൽ അങ്ങ് കടന്നു പോകുന്ന സംഘർഷം വളരെ വലുതായിരിക്കും. കാരണം ഈ ഇരകൾ അനുഭവിക്കുന്ന ദ്രോഹം, അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് വേറൊരു കാര്യം പറയണത്. ഈ ഇരകൾ അനുഭവിക്കുന്ന വഞ്ചിക്കപ്പെട്ടതുപോലെ ഉണ്ടായ നഷ്ടം, അതിൻ്റെ പേരിൽ ഒരാൾ സഹിക്കേണ്ടി വന്ന അക്രമം, ചിലപ്പോൾ ഇത് മാത്രമല്ല വലിയ അടിയാണ് ഉണ്ടാവണേ. ഒരു രണ്ട് മതസമൂഹങ്ങൾ തമ്മിൽ വലിയ സ്പർദ്ധകൾ ഒരു ഗ്രാമത്തിലുണ്ടാകാം നുണ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ. അപ്പോൾ വലിയ ആഭ്യന്തര കലഹങ്ങളിലേക്ക് പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഗൾഫ് യുദ്ധം ആരംഭിക്കാനുണ്ടായ കാരണത്തിൽ അമേരിക്കൻ എംബസി ഇന്ന രാജ്യത്ത് ആക്രമിച്ചു എന്നുള്ള ഒരു തെറ്റായ ന്യൂസ് പെൻറ്റഗൺ പുറത്തുവിടുകയാണ്. എന്തിനു വേണ്ടി? യുദ്ധം തുടങ്ങാൻ, ആ നിമിഷത്ത് തുടങ്ങാൻ വേണ്ടി, അതിനെ ന്യായീകരിക്കാൻ വേണ്ടി. ഈ കാര്യം ഞാൻ പിന്നീടാണ് ജേർണലിസ്റ്റിൻ്റെ ഒരു മീറ്റിംഗ് ഇവിടെ കൊച്ചിയിൽ വെച്ച് സംഘടിപ്പിച്ച അവസരത്തിൽ ഫ്രണ്ട് ലൈൻ്റെ അങ്ങനെ പല ആൾക്കാർ അന്ന് വന്നപ്പോൾ ഇവർക്കെല്ലാവർക്കും നിർദ്ദേശം പെൻറ്റഗണിൽ നിന്ന് കിട്ടിയത് അതായിരുന്നു. വാസ്തവത്തിൽ അങ്ങനൊരു എംബസി ഒന്നും ആ നേരത്ത് നശിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. പലപ്പോഴും വലിയ അതുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് ഒരു പക്ഷേ അവസാനിപ്പിക്കാറുള്ള സമയമായി ഉണ്ടാവും. കർത്താവ് ഈശോ മിശിഹ നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിലെ സമരിയായിട്ടുള്ള സംഭാഷണത്തിലെ ഒരു വാക്ക് പറയുന്നുണ്ട്, യഥാർത്ഥ ആരാധകർ. 4-ാം അധ്യായം 23-ാം വാക്യം, ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. എനിക്ക് വളരെ ഞാനിന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ആത്മാർത്ഥമായി ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണത്. നമ്മുടെ ആരാധനകൾ സത്യത്തിലും ആത്മാവിലുമാണോ? സത്യത്തിലും ആത്മാവിലും ജീവിക്കുന്ന ജീവിതങ്ങളാണ് ദൈവത്തിന് അർപ്പിക്കേണ്ട ഏറ്റവും വലിയ ബലി. ഈ സത്യവും ആത്മാർത്ഥതയും ഇല്ലാതെ നുണ പറഞ്ഞ് തെറ്റായ മാർഗങ്ങളിലൂടെ പല കാര്യങ്ങളും നേടി ചെയ്തിട്ട് നമ്മളോട് വന്ന് ബലി അർപ്പിച്ചിട്ട് അതാരായിക്കൊള്ളട്ടെ, അത് ദൈവത്തെ നിഷേധിക്കുന്നതിൻ്റെ തുല്യമാണ്. ദൈവം അസത്യമാണെന്ന് ജീവിതം കൊണ്ട് തീരെഴുതി കൊടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു, ഇനി മാത്രമല്ല ഇങ്ങനെയുള്ള ആൾക്കാർ മാപ്പ് ലഭിച്ചാലും പരിഹാരം ചെയ്യണം. ഞാനിപ്പോൾ ഒരാളുടെ പേരിൽ ഇപ്പോൾ എന്നോട് ഞാൻ ആ ധ്യാനത്തിൽ ആ മനുഷ്യന് അത് കഴിഞ്ഞിട്ട് കാരണം ഞാൻ പറഞ്ഞു, സാറില്ല ചേട്ടൻ അറിയാണ്ട് ബാക്കിയുള്ളവർ പറഞ്ഞ ചേട്ടൻ തെറ്റായി അല്ല, അച്ഛനെ പോലെ ഒരാളെ അങ്ങനെ ചെയ്തതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഞാൻ എൻ്റെ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും ഞാൻ പോയി പറയും. ഞാൻ പറഞ്ഞു അത് ചേട്ടൻ്റെ ഇഷ്ടം, ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഈ രീതിയിൽ ധാർമ്മികമായ പരിഹാരം, ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും പോരാ. ഇന്നിപ്പോൾ എല്ലാവരും ഖേദിക്കലാണ്. അതിങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും വന്നാൽ നമുക്ക് അനുകൂലമാണ്, പ്രതികൂലമായിട്ട് കാര്യങ്ങൾ തിരിയണേ എന്നാൽ ഉടനെ തന്നെ ആ സാധനം ഇറക്കി ഞാൻ ഖേദിക്കുന്നു. അത് പറഞ്ഞില്ലേ, അതുകൊണ്ടൊന്നും നഷ്ടപ്പെടേണ്ടവന് അവനെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇമേജ് നഷ്ടപ്പെട്ടു. അതിൻ്റെ പേരിൽ അയാളുടെ സഹിക്കുന്ന വ്യക്തിപരമായ സാധനം മാത്രമല്ല, അതുകൊണ്ട് സഭയ്ക്കുണ്ടാകുന്ന നഷ്ടം, സമൂഹത്തിനുണ്ടാകുന്ന നഷ്ടം, നഷ്ടത്തേക്കാൾ കൂടുതൽ ശാപം, ദുരന്തങ്ങൾ, ഇതെല്ലാം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നുണ പറയുക എന്നുള്ളത് വളരെ ഗൗരവമായൊരു പാപമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവരായ നമുക്ക് സത്യമായ ദൈവത്തെ സാക്ഷ്യം വഹിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
നുണ പറയുന്നത് വെറും ഒരു ചെറിയ നുണ പറയുന്നതിൽ ഒതുങ്ങുന്നില്ല എന്ന് ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വിശദീകരിക്കുന്നു. ഇത് പ്രേക്ഷകർക്കായിട്ട് വിശദീകരിച്ച അച്ഛന് നന്ദി പറയുന്നു. താങ്ക് യു. 8ാം പ്രമാണത്തിൻ്റെ 2ാം എപ്പിസോഡിലെ നുണ പറയുന്നത് മാരകഭാവം ആകും എന്നുപോലെയുള്ള ആ വിശദീകരണം ശ്രദ്ധിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.